ശരി ശ്രീ പ്രിന്റു, ഇതിലിപ്പോൾ അനിൽ ബോസ് പറയുന്ന കാര്യം ഒരു തവണ പറയുന്ന കാര്യമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് പറയുന്നത്. ഇപ്പോൾ ഹിന്ദു മുസ്ലിം വേർതിരിവ് താൻ ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനമന്ത്രി ഇന്നലെ വന്നപ്പോഴേക്കും ടോൺ വീണ്ടും മാറ്റി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 15% ഇല്ലേ, കോൺഗ്രസ് ബജറ്റിൽ 15% മുസ്ലിം ബജറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അജണ്ടയിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു പോവുകയാണ്. മോദിജിയുടെയും BJPയുടെയും അജണ്ടയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടവും നാലാം ഘട്ടം ആവുന്ന സമയത്തും സ്വാഭാവികമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു തെരഞ്ഞെടുപ്പ് ആകാശം എന്ന രീതിയിൽ BJP ആയിക്കോട്ടെ നരേന്ദ്രമോദി ആയിക്കോട്ടെ അതിന്റെ ഓരോ നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞു 270 സീറ്റ് കേവല ഭൂരിപക്ഷം ഞങ്ങൾ നേടിക്കഴിഞ്ഞു. ഇനി മത്സരം നടക്കാൻ പോകുന്നത് 165 സീറ്റ് വരുന്ന ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. 165 പ്ലസ് ഉള്ള 200 താഴെ സീറ്റുകളിലാണ് മത്സരം നടക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞ അച്ചീവ് ചെയ്യേണ്ട 400 പ്ലസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഇലക്ഷന്റെ സ്ട്രാറ്റജി എന്ന രീതിയിൽ ഒരു സ്ഥലത്തെ പ്രസംഗം അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയണമെന്നില്ല. വലിയ സ്വീകരണം ഇപ്പോൾ പറയുമ്പോൾ അനിൽ ബോസ് ഇപ്പോൾ ചിരിച്ചു കേട്ടല്ലോ. അല്ല, അനിൽ ബോസിന് 4-ാം തീയതി വരെ ചിരിക്കാം, അനിൽ ബോസിനും ചിരിക്കാം. ഇപ്പൊ കോൺഗ്രസ്സുകാർ സത്യത്തിൽ ഈ കേരളത്തിൽ ഒരു നയവും ഉത്തരേന്ത്യ മറ്റൊന്ന് അവരുടെ പ്രതിപക്ഷ നേതാവാകാനുള്ള 50 സീറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോളിസിയോ ഒരു രാജ്യം ഭരിക്കണമെന്നില്ല. എങ്ങനെയും 50 സീറ്റ് നേടിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാനാണ് അനിൽ ബോസിന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അപ്പൊ അതുകൊണ്ട് ആ ഒരു 50 സീറ്റ് എങ്ങനെയാണ് നേടുക? അതുകൊണ്ടാണല്ലോ CAA കുറിച്ച് ഉത്തരേന്ത്യയിൽ ഇവർ മിണ്ടുന്നില്ല. കേരളത്തിൽ ഇവർ CAA പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം സംഘടിതമായിട്ട് വരികയും പാർലമെന്റ് ഇലക്ഷനകത്ത് BJPക്കെതിരായി ചിന്തിക്കുകയെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഈ വോട്ടിംഗ് പെർസെന്റേജ് പ്രത്യേകിച്ച് മൈനോറിറ്റി മേഖല മലപ്പുറം ആയിക്കോട്ടെ, പൊന്നാനി ആയിക്കോട്ടെ, തൃശ്ശൂരിന്റെ ന്യൂനപക്ഷ മേഖലകളായിക്കോട്ടെ അവിടെയൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഈ CAA എന്ന് പറയുന്ന വികാര പ്രക്ഷുബ്ധ ഉണ്ടാക്കിക്കൊണ്ട് പഴയതുപോലെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇനി സ്വാഭാവികമായിട്ട് ഇനി CAA പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ പറഞ്ഞ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള വോട്ടും കൂടി നഷ്ടമാകണ്ട എന്നുള്ള ബോധ്യം കോൺഗ്രസ്സുകാർക്ക് വന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവർ CAA കുറിച്ച് ഇപ്പോഴും മിണ്ടുന്നത്. അത് തന്നെ പറഞ്ഞത് യാതൊരുവിധ പോളിസിയും ഇല്ല. പിന്നെ മോദിജി ഉയർത്തിയ ആശയങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള OBC വോട്ട് ബാങ്ക്, ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ആദിവാസി വോട്ട് ബാങ്ക്, ആ പിന്നോക്ക വോട്ട് ബാങ്കിൽ വരുന്ന ആളുകളുടെ സംവരണത്തെ ഒരു മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എതിരായിക്കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൊടുക്കുന്ന കാര്യത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം ഭരണഘടനാപരമായിട്ട് മതസംവരണം എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഞങ്ങളുടെ വോട്ട് ബാങ്കിന്റെ ആളുകളുടെ സംവരണം എടുത്തു കൊടുക്കുന്ന സാഹചര്യത്തിൽ മോദിജി ഇടപെടും. അതൊരു പോളിസിയാണല്ലോ. ഞങ്ങളുടെ വോട്ട് ബാങ്കാണ് ആദിവാസി വോട്ട് ബാങ്ക്, പിന്നോക്ക വോട്ട് ബാങ്ക് ഞങ്ങളുടെ വോട്ട് ബാങ്കാണ്. ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ നിന്ന് വേറൊരു സമുദായത്തിന് അനർഹമായിക്കൊണ്ട് ഇവിടെ സംവരണം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടാനുള്ള തന്ത്രത്തെയാണ് മോദിജി പൊളിച്ചത്. പിന്നീട് വിരക്ഷം വേണ്ടിയില്ലല്ലോ. പിന്നെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മൻമോഹൻ സിംഗിന്റെ ആദ്യമായിട്ട് ഈ പറയുന്ന ഈ നമ്മുടെ ഇവിടുത്തെ നമ്മൾ പറയുന്ന സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ സാമ്പത്തിക സർവേയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അതിന്റെ ഏറ്റവും അർഹത എന്ന് പറയുന്ന പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് പറയുന്നത്, ഒരു സമുദായത്തെയാണ് പറയുന്നത്. ആ സമുദായത്തിന് കൊടുക്കാനുള്ള സാഹചര്യത്തെയാണ് മോദിജി ചോദ്യം ചെയ്യുന്നത്. അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിനെതിരാവുക? അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങളെ അല്ലല്ലേ ഏറ്റവും അവസാനമായിട്ട് 15% മുസ്ലിം ബജറ്റ് ആ വാക്കുകളോ അല്ല അദ്ദേഹം പറഞ്ഞു. അതിലെവിടെയാണ് OBC പൊളിറ്റിക്സ്? അല്ല അത് ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് ഇന്റർനാഷണൽ അല്ല ഞാൻ ഒരു 15% ഇത് കൊടുക്കുന്ന സമയത്ത് രാജ്യത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം എന്തിനാണ് ഈ പ്രീണനം? ഈ രാജ്യത്തിന്റെ സ്വത്തിനും സമ്പത്തിനും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അർഹതയുണ്ടല്ലോ. ഇവരുടെ കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഈ വൈകാരിക പ്രക്ഷുബ്ധതയിൽ ഒരു സമുദായത്തെ നിർത്തുക. അതുകൊണ്ടാണല്ലോ ഈ CAA വിഷയത്തിൽ ഇവരുടെ നിലപാടെന്താ? കാരണം ഇവിടെ സംഘടിതരല്ല ബുദ്ധ വിഭാഗം, പാഴ്സികൾ, ജൈനർ, സിഖുകാർ. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് CAA വിഷയത്തിൽ ഇവർ ഇരകളുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കി ഇരകളുടെ കൂടെ നിൽക്കാതെ വേട്ടക്കാരുടെ കൂടെയല്ല നിൽക്കുന്നത്. വേട്ടക്കാർക്കും ഇവിടെ പൗരത്വം കൊടുക്കണമെന്നാണ് അനിൽ ബോസിന്റെ പാർട്ടി പറയുന്നത്. ഇരകൾക്കല്ല കൊടുക്കേണ്ടത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും ഇരകളുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവിടുത്തെ വേട്ടക്കാർക്കും ഇവിടെ പൗരത്വം കൊടുക്കണമെന്നാണ് അനിൽ ബോസിന്റെ ആളുകൾ പറയുന്നത്. അതിനെ എങ്ങനെ അംഗീകരിക്കാനാവും? അത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എങ്ങനെയാണത് വർഗീയതയാവുക? മോദിജി ഉന്നയിക്കപ്പെട്ട ആശയങ്ങൾ കാലിക പ്രസക്തമാണ്. ഈ രാജ്യത്തിന് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തെ വികാര പ്രക്ഷുബ്ധതയിൽ നിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്തത്.